വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. SC/ST പട്ടികയെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കുവാനും ക്രിമിലിയർ നടപ്പിലാക്കുവാനും നിർദ്ദേശിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് വിവിധ ദളിത് സംഘടനകൾ ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജയ് ഭീം ആർമി എന്ന ഒരു സംഘടന, അതോടൊപ്പം തന്നെ വിവിധ ദളിത് സംഘടനകൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബുധനാഴ്ച, അതായത് നാളെ ഭാരത ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ ദളിത് സംഘടനകൾ നാളെ കേരളത്തിൽ ഹർത്താൽ ആചരിക്കുവാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുമെന്ന ഭാരവാഹികൾ പറഞ്ഞിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഹർത്താൽ എന്ന് പറഞ്ഞാൽ കേരളം നിശ്ചലമാകുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ഹർത്താലുകളെല്ലാം എല്ലായ്പ്പോഴും വിജയിച്ചിട്ടുള്ളതാണ്. കേരളം നിശ്ചലമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ മുൻകൂട്ടിയൊക്കെ മാത്രമേ ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമൊക്കെ കേരളത്തിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ചില വിവിധ വിധികളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത് കോടതിക്കെതിരായിട്ടുള്ള വിധിക്കെതിരായിട്ടുള്ള ഒരു ഹർത്താലാണ്. അപ്പോൾ എത്രമാത്രം ഇത് പ്രായോഗികമാകും എന്നുള്ളതും നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും ഊരുകൂട്ട ഏകോപന സമിതി, ഗോത്ര മഹാസഭ, മല അരയ സംരക്ഷണ സമിതി, വിടുതലൈ ചിരിത കേസ്, കേരള സാംബവ സൊസൈറ്റി, കേരള ഉള്ളാട നവോത്ഥാന സഭ തുടങ്ങിയ വിവിധ ദളിത് സംഘടനകൾ ഹർത്താലിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഹർത്താൽ വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നാളെ കാണേണ്ടത്. കേരളം നാളെ നിശ്ചലമാകുമോ, അതോ സ്വാഭാവികമായും എല്ലാ ദിവസത്തെയും പോലെ കേരളം മുന്നോട്ട് പോകുമോ എന്നുള്ളത്. എന്തായാലും ബുധനാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. ഒരുപാട് പരീക്ഷാ സമയവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളൊക്കെ പുനഃക്രമീകരിച്ചിരിക്കുന്നതാണ്. എക്സ്ട്രാ ക്ലാസ്സുകളടക്കം പല സ്കൂളുകളിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ദളിത് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഹർത്താലിലേക്ക് ഇനി കൂടുതൽ പിന്തുണയുമായി ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എന്തായാലും ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള വാർത്ത കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയായിരിക്കും വിജയിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും കേരളത്തിൽ നാളെ ഹർത്താലാണ്. കേരളത്തിലെ ദളിത് സംഘടനകളാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഭീം ആർമി നമ്മുടെ ഭാരതത്തിൽ ഒന്നാകെ നടക്കുന്ന ഭാരത ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ ദളിത് സംഘടനകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഹർത്താൽ നടക്കുന്നത്. അത് പൂർണ്ണമായിട്ടും വിജയിക്കുമോ എന്നുള്ളത് അറിയാൻ ഇനി നാളെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും നാളേക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. എന്തായാലും എങ്ങനെ ഇത് വിജയിക്കും എന്നുള്ളത് അറിയുവാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും നാളെ അവധിയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് എത്രമാത്രം വിജയിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവധി